വെറൈറ്റി ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന 2 എപ്പിസോഡ്. അപ്പം അതിൻ്റെ മേക്കിംഗ് ഭയങ്കര രസമുണ്ട്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി, ഇപ്പോൾ അത് പഴയ കാലഘട്ടമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പണ്ടത്തെ കാലത്തെ ഒരു മെയിൻ ഇഷ്യൂസ്, വൺ ഓഫ് ദി ഇഷ്യൂസാണ് അത്. ഭയങ്കര ഫണ്ണി ആയിട്ട് രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. അതിനകത്ത് ബാക്കി ആക്ടേഴ്സുകളാണെങ്കിലും 2 പേരും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, ഒരു വെറൈറ്റിയാണ്. തൂക്കിന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി അതല്ലേ ഇപ്പൊ ഇത്രയും പറഞ്ഞു. നീ വേറെ ഏതോ മതം ഇത്തരം പരിപാടി ഇല്ലായിരുന്നോ? ഞാൻ 2 കണ്ടുള്ളൂ. കണ്ട 2 ഗ്രേസ് വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ട 2 ഗ്രേസ് ഞാൻ അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഗ്രേസ്ഫുൾ ആയിട്ട് ഇനി സോമം വന്നു. സോമം പറ. സോമ കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് വെബ് സീരീസ് ആണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു പ്രിവ്യൂ കാണുന്നത്. സോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിനെക്കാട്ടും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് സെക്കൻഡ് എപ്പിസോഡാണ്. ഗ്രേസിൻ്റെ ആക്ടിങ് ആണെങ്കിലും അടിപൊളിയായി. അപ്പം ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് കുറച്ചും കൂടെ ഇനിയും കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. സോ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ് ദിസ് ടു റിലീസ്. സോ എന്തായാലും ഇതിൽ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മൂവിയിൽ ഫോണിൽ ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല ഈ സീരീസ്. കാരണം സീരീസ് ആയതുകൊണ്ട് ചാനലിലായിരിക്കും, ഈ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും കാണേണ്ടി വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ്, അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സന്തോഷം. പിന്നെ ഈ മൂവി ഡെഫിനറ്റായിട്ടും ഒരു യുണീക്ക് അപ്രോച്ചാണ്. ഞാൻ ഇന്നേവരെ ചെയ്ത മൂവിയോ സൗണ്ട് പാലറ്റായിട്ടോ ഒരു ബന്ധമില്ല. ഇത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന 80s കുറേ സിനിമകളുണ്ട്. പെരുവണ്ണാവർത്ത വിശേഷങ്ങൾ, അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന താറാവ്, പ്രാദേശിക വാർത്തകൾ. അപ്പോൾ ആ വൈബ് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഈ സിനിമയിൽ എനിക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഡയറക്ടറുടെ ടേസ്റ്റിനനുസരിച്ച് കൂടെ സഞ്ചരിച്ച ഒരു മൂവി കൂടിയാണ്. കാരണം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ, സീരീസ് തുടങ്ങുമ്പോൾ തന്നെ നിതിൻ രഞ്ജിപ്പണിക്കർ എന്നോട് പറഞ്ഞ കാര്യം, അളിയ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതേപടി താൻ വിചാരിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അതല്ലാതെ താൻ വേറൊരു പരീക്ഷണം, ഞാൻ വേറൊരു പരീക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ സിങ്ക് ആയിരിക്കില്ല. മ്യൂസിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടറെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഔട്ട് ഇറക്കിയിട്ടുള്ളത്. ബാക്കി ഓഡിയൻസിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. നന്നായിട്ട് വരുന്നതെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര പീക്ക് എപ്പിസോഡ്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും ഞാൻ വളരെ മിനിമൽ മ്യൂസിക് ഈ പടത്തിന് കൊടുത്തിട്ടുള്ളൂ. കാരണം മിനിമൽ മതി ഇതിന്. 2 ട്രാക്കിൽ തന്നെ വർക്കൗട്ട് ആവുന്ന സീക്വൻസുകളാണ്. കാരണം അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അച്ഛന് എനിക്ക് തോന്നുന്നു കാവലിനൊക്കെ മുന്നേ തന്നെ എന്നോട് ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണിത്. അച്ഛനേറെ പ്രിയപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഇത് സിനിമയാക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചൊരു സബ്ജക്റ്റാണ്. അച്ഛന് ഈ കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഭരത് ഗോപി നെടുമുടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയധികം അച്ഛന് പേഴ്സണലി മാനസികമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള, നിതിൻ രഞ്ജിപ്പണിക്കർ കാര്യം പറയുന്നത്, നിതിൻ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കണ്ടൻറ്റാണ് ഇതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിതിന് സ്വാഭാവികമായിട്ട് നിതിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സീരീസാണ്. അല്ലാതെ ഇത് ചിരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ക്യാരക്ടേഴ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഞങ്ങളെല്ലാം നിതിൻ്റെ ജേണിയുടെ പാർട്ടായി എന്നുള്ളതാണ്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.